ഈ ഐക്യവും സ്നേഹവും സഹകരണവും ഒക്കെ പണ്ടേ ആകായിരുന്നു. അങ്ങനത്തെ വീടിനെയാണ് സ്വർഗം എന്ന് വിളിക്കുന്നത്. ഞങ്ങൾക്ക് ഇങ്ങനൊന്നും പരിചയമില്ലാത്തോണ്ടാ. എടി മോളെ, കൊള്ളാവുന്ന ഒരുത്തി മതി ഒരു വീട് നന്നാവാൻ. ഓ, അലീന ചേച്ചിയായിരിക്കും ആ കൊള്ളാവുന്ന ഒരുത്തി. നിങ്ങൾ 4 പേരും ഇപ്പൊ കൊള്ളാം. നല്ല മക്കളാ, നല്ല കൂടപ്പറപ്പുകളാ, നല്ല കൂട്ടുകാരുവാ, അല്ലേ? അലീന ചേച്ചി പോയിട്ട് അമ്മ തിരിച്ചു വരുമ്പോഴോ? ആ, അതേപ്പറ്റി ചിന്തിക്കാനും പറയാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല. പോകുമെന്ന് അച്ഛനും ഉറപ്പിച്ചല്ലേ? അലീന ചേച്ചിക്ക് പുതിയ ജോലി സെറ്റ് ചെയ്തിട്ടാ അച്ഛനും ഗോവർദ്ധനങ്ങള് തിരിച്ചു വന്നേന്നറിഞ്ഞു. നേരാണോ അച്ഛാ? തീർച്ചപ്പെടുത്തിയിട്ടില്ല. ഒരു സ്ഥലത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഫൈനൽ ഡിസിഷൻ വിളിച്ചു പറയാന്നാ പറഞ്ഞേക്കുന്നത്. അച്ഛനോട് ആര് പറഞ്ഞു ഇതിന്റെയൊക്കെ പുറകെ ഓടാൻ? വേറെ ജോലി സംഘടിപ്പിച്ചു കൊടുക്കുന്നുണ്ടല്ലേ അലീന ചേച്ചി ഇവിടുന്ന് പോകുന്നേ? ഇല്ലെങ്കിൽ കുറച്ചു നാളും കൂടി ഇവിടെ നിന്നേനെ. നമ്മൾ ജോലി വാങ്ങിക്കൊടുത്തില്ലെങ്കിലും അവൾ ഇവിടുന്ന് പോകും. കഴക്കൂട്ടത്തിലെ കോൺവെന്റില്ലേ, അവിടെ അവളുടെ സേവനം ആവശ്യമുണ്ട്. പക്ഷെ അവൾക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ടൊരു സ്ഥലം കിട്ടണം. അതിനുവേണ്ടിയാണ് ഞാൻ പോയത്. എവിടെയാ സ്ഥലം? അലീന പറഞ്ഞില്ലേ, ഞാൻ അവളോട് പറഞ്ഞായിരുന്നല്ലോ, കൊളത്തൂപ്പുഴ. അവിടെയൊക്കെ അച്ഛനെങ്ങനെ പരിചയം? എനിക്ക് കുറെ ഫ്രണ്ട്സ് ഇല്ലേടാ. അങ്ങനത്തെ ആള് പറഞ്ഞ സ്ഥലമാ. ചെന്ന് അന്വേഷിച്ചപ്പോ കുഴപ്പമില്ലാന്ന് തോന്നി. അതൊരു വീടാണോ അതോ സ്ഥാപനമാണോ? വീടാ. കൊറേ ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലേ? അലീന ചേച്ചി പെട്ടെന്ന് അവരായിട്ട് ഇണങ്ങിച്ചേരും. പതിയെ പതിയെ നമ്മളെല്ലാം മറക്കുകയും ചെയ്യും. കൊറേ ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലേ? അലീന ചേച്ചി പെട്ടെന്ന് അവരായിട്ട് ഇണങ്ങിച്ചേരും. പതിയെ പതിയെ നമ്മളെല്ലാം മറക്കുകയും ചെയ്യും. അല്ലെങ്കിൽ തന്നെ ഇവിടെ എന്നതാ അലീന ചേച്ചിക്ക് ഓർത്തിരിക്കാനുള്ളത്? ഇവിടെ വന്ന അന്ന് മുതൽ എല്ലാരും കൂടെ പീഡനം തുടങ്ങിയതാ. അത് നിർത്തിയിട്ടിപ്പോ കുറച്ചു ദിവസമല്ലേ ആയിട്ടുള്ളൂ. ശരിയല്ല അച്ഛൻ ഞാൻ പറഞ്ഞത്? വളരെ ശരിയാ. നിനക്ക് 10-ൽ 10 വേണം. രോഹിയേട്ടാ, അത് നമുക്കിട്ട് കുത്തിയതാ. ഞാൻ ആരെയും കുത്തിയില്ല.